2019 മുനിസിപ്പൽ സ്റ്റാൻഡിൽ പ്രവേശിച്ച ബസ്സുകളെ തുടർന്ന് മുനിസിപ്പൽ സ്റ്റാൻഡിൽ പ്രവേശിപ്പിക്കാൻ RTO തീരുമാനമെടുക്കണമെന്ന് നാഷണൽ ജനതാദൾ ജില്ലാ സെക്രട്ടറി M വർഗീസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മുനിസിപ്പൽ സ്റ്റാൻഡിൽ അടിസ്ഥാന സൗകര്യമൊരുക്കാൻ നഗരസഭ തയ്യാറാവാത്തതിന് പിന്നിൽ രാഷ്ട്രീയമാണെന്നും വർഗീസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നാഷണൽ ജനതാദളിന്റെ നിരന്തര സമരത്തെ തുടർന്നാണ് 2019 തകർന്ന മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് 2024 പണി പൂർത്തീകരിച്ചെങ്കിലും സ്റ്റാൻഡിനകത്തെ അടിസ്ഥാന സൗകര്യമൊരുക്കാൻ നഗരസഭ തയ്യാറായിട്ടില്ല. മാത്രമല്ല, സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തിയായിട്ടും ഇതുവഴി ട്രിപ്പ് നടത്തിയ നിരവധി ബസ്സുകൾ മുനിസിപ്പൽ സ്റ്റാൻഡിനെ കൈയൊഴിഞ്ഞ സ്ഥിതിയാണ്. ഇതിനെതിരെ നാഷണൽ ജനതാദൾ RTOന് നൽകിയ പരാതി പരിഹരിക്കപ്പെടണമെന്നാണ് പ്രതീക്ഷയെന്നും വർഗീസ് പറഞ്ഞു. കാരണം മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചോളം അവര് ശക്തമായിട്ട് എതിർത്തിയ ഒരു കാര്യം ഞങ്ങളുടെ സമരത്തിൽ കൂടി മാത്രമാണത് തുടങ്ങിയത്. ഇത് രാഷ്ട്രീയ കളിയാണ്. അതിലെന്ത് ചെയ്തു, ഞങ്ങള് ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് 2020 RTA യോഗത്തിൽ ഐറ്റം നമ്പർ 1 എടുത്ത തീരുമാനം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ തീരുമാനം നടപ്പിലാക്കി തരണമെന്ന് ഞങ്ങൾ RTOയ്ക്കും കൊടുത്തിരുന്നു. മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ വരാത്തതായതുകൊണ്ട് നമ്മൾ അവരെ അറിയിക്കേണ്ട കാര്യമില്ല. വീണ്ടും കഴിഞ്ഞ ഈ 11/3/2000 RTA യോഗത്തിലെടുത്ത തീരുമാനത്തിൽ 7-ാം നമ്പറും, അതായത് ഈ കഴിഞ്ഞ RTA മീറ്റിംഗിൽ ഐറ്റം നമ്പർ 7 വന്നത്. ആ 7ന്റെ തീരുമാനത്തിൽ ഞങ്ങൾ കൊടുത്തത് എല്ലാ ബസ്സുകളും, അതായത് 2019 ബസ് സ്റ്റാൻഡ് പൊളിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന എല്ലാ ബസ്സുകളും അവിടെ വന്നു പോകണം എന്ന് തീരുമാനം വരുന്ന പരിപൂർണ വിശ്വാസത്തിലാണ് ഞങ്ങൾ. ജനറൽ സെക്രട്ടറി നൌഫിയ നാസർ, ജില്ലാ സെക്രട്ടറി A. വിൻസെന്റ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.